വെൽക്കം ബാക്ക് ടു കാർ ഡാർവിൻ. ഇപ്പോൾ ആര് കാറ് വാങ്ങിയാലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുന്ന കാര്യം കാറിൻ്റെ സേഫ്റ്റിയാണ്. സേഫ്റ്റിക്ക് ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ വലിയൊരു പ്രാധാന്യമുണ്ട്. ഗ്ലോബൽ ഗ്യാപ്പിലും ഭാരതൻ ഗ്യാപ്പിലൊക്കെ എത്ര സ്റ്റാർ കിട്ടിയെന്ന് നോക്കിയിട്ടാണ് പലരും അവരുടെ കാറ് ചൂസ് ചെയ്യുന്നത് തന്നെ. പണ്ടത്തെക്കാളും ഇപ്പം റിലയബിലിറ്റി ഉണ്ടോ, റീസെയിൽ വാല്യൂ ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുന്നതിൻ്റെ കൂട്ടത്തിൽ സേഫ്റ്റിയും ഇപ്പം എല്ലാവരും നോക്കാൻ തുടങ്ങി. ഒരുപക്ഷെ സേഫ്റ്റി മാത്രം നോക്കി കാറ് മേടിക്കുന്ന ഒരു ഗ്രൂപ്പ് ആൾക്കാരും ഇപ്പം നമ്മുടെ മാർക്കറ്റിൽ കണ്ടു തുടങ്ങി. അപ്പോൾ സേഫ്റ്റി എന്ന് പറഞ്ഞ കാര്യം ഇന്ത്യയിലും ഇത്രയ്ക്കധികം ഇമ്പോർട്ടൻസ് നിൽക്കുന്ന സമയമാണ് ഇതെന്ന് പറയുന്നത്. എന്നാൽ ഈ ഒരു സേഫ്റ്റിയുടെ കാര്യത്തിൽ തന്നെ നമുക്ക് ഇന്ത്യക്കാർക്ക് ഒരുപാട് അറിവില്ലായ്മകളും ഉണ്ട്. സേഫ്റ്റി എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന പല കാര്യങ്ങളും അൺസേഫായ കാര്യങ്ങളാണ്. എന്താണ് നമ്മളൊരു കാറിൻ്റെ ഭാഗത്തുനിന്ന് സേഫ്റ്റി എന്ന് ഉദ്ദേശിക്കുന്നത്, എന്താണ് ശരിക്കും നമ്മൾ സേഫ്റ്റിക്ക് വേണ്ടി ചെയ്യേണ്ടത്, നമ്മുടെ ഭാഗത്ത് എന്തൊക്കെ ചെയ്യാൻ കഴിയും, നമ്മൾ എങ്ങനെയുള്ള കാറ് വാങ്ങണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഇപ്പോൾ സേഫ്റ്റിനെ കുറിച്ച് നമ്മളിപ്പോഴും ചിന്തിച്ച് തുടങ്ങുമെങ്കിലും പുറത്തൊക്കെ സേഫ്റ്റി എന്ന് പറയുന്ന കാര്യം ഒരുപാട് വർഷങ്ങൾ മുമ്പ് തന്നെ അവർ ചിന്തിച്ച് തുടങ്ങിയിട്ടുണ്ട്. കാറുകൾ സേഫ് ആക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് കാറുണ്ടാക്കി കുറച്ച് വർഷങ്ങൾക്ക് തന്നെ അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് ആ കാലം തൊട്ട് തന്നെ കാറുകളുടെ സേഫ്റ്റിക്ക് അവിടെയുള്ള ആളുകളൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അതായത് കാറിൽ ആദ്യമായിട്ടൊരു സീറ്റ് ബെൽറ്റ് വരുന്നത് തന്നെ 1885 അന്ന് മുതൽ തന്നെ സേഫ്റ്റിനെ കുറിച്ച് എല്ലാവരും ചിന്തിച്ചു തുടങ്ങിയെന്ന് വേണേൽ പറയാം. നമ്മുടെ നാട്ടിലാണെങ്കിൽ എല്ലാവരും സീറ്റ് ബെൽറ്റ് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് തന്നെ ഏകദേശം കുറച്ച് വർഷങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. എന്നാൽ 1968 തന്നെ സീറ്റ് ബെൽറ്റ് അമേരിക്കയിലൊക്കെ മാൻഡറി ആക്കിയിട്ടുണ്ട്. അന്ന് മുതൽ തന്നെ സീറ്റ് ബെൽറ്റ് ഇല്ലെങ്കിൽ അവിടെയൊക്കെ നല്ല ഫൈൻ കൊടുക്കാറുണ്ട്. അപ്പം അവിടെയൊക്കെ നിയമങ്ങളും ആ ഒരു സമയം മുതൽ തന്നെ നല്ലപോലെ സ്ട്രോങ് ആണ്. അതുകൊണ്ട് തന്നെ ആൾക്കാരെ കൂടുതൽ സേഫ്റ്റി കൊടുക്കാൻ വേണ്ടി അവർക്ക് കഴിയുന്നുണ്ട്, നിയമത്തിൻ്റെ ഭാഗത്തുനിന്നും വണ്ടികളുടെ ഭാഗത്തുനിന്നും. അപ്പോൾ സേഫ്റ്റിയുടെ ഭാഗത്ത് വരുന്ന ആദ്യമായിട്ട് വരുന്ന തെറ്റായ കാര്യം നോക്കുകയാണെങ്കിൽ പല ആൾക്കാരും വിചാരിക്കുന്നത് കാറിൻ്റെ സേഫ്റ്റി തീരുമാനിക്കുന്നത് അതിൻ്റെ പുറമേ കൊടുത്തേക്കുന്ന ആ ഒരു മെറ്റലിൻ്റെ കട്ടിയിലാണ്, അല്ലെങ്കിൽ ആ ഒരു മെറ്റൽ നല്ലപോലെ ഉറപ്പുള്ള മെറ്റലാണെങ്കിൽ നമ്മൾ സേഫ് ആയിരിക്കും എന്ന് വിചാരിക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. അതായത് ഇപ്പം നമ്മുടെ പഴയ ജീപ്പുകൾ, അംബാസഡർ, അതേപോലത്തെ പഴയ കാറൊക്കെ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഷീറ്റ് മെറ്റൽസൊക്കെ നല്ലപോലെ തന്നെ കട്ടിയുള്ളതാണ്. നമ്മളൊന്ന് നെക്കിയൊന്നും ചലങ്ങാനൊന്നും പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ആ കാറുകളൊക്കെ നല്ല സ്ട്രോങ് ആണ്, നല്ല സേഫ് ആണെന്ന് വിചാരിക്കുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട്. ചിലപ്പോൾ ചെറിയൊരു സ്പീഡിൽ ഇപ്പോൾ ഒരു പരിധിയായിട്ട് ഇടിക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ മേടിക്കുന്ന പുതിയൊരു കാറിലാണെങ്കിൽ ആ പുതിയ കാർ ചലങ്ങും, നമ്മുടെ കാർ ചലങ്ങത്തില്ലായിരിക്കും. പക്ഷേ അത് സേഫ്റ്റി അല്ല. അതിന് നമ്മളൊരു സേഫ്റ്റിയുള്ള കാറായിട്ട് കണക്കാക്കേണ്ട കാര്യമില്ല. കാരണം സേഫ്റ്റി എന്ന് പറയുന്നത് എപ്പോഴും കാറുകളുടെ സേഫ്റ്റി നോക്കുന്നത് അകത്തിരിക്കുന്ന ആളുകൾക്ക് എന്ത് പറ്റി എന്നുള്ളതിലാണ്. അല്ലാണ്ട് കാറ് പൊളിഞ്ഞോ അല്ലെങ്കിൽ കാറിന് ഇത്ര മെയിൻ്റെനൻസ് കോസ്റ്റ് വന്നു, കാർ റിപ്പയർ ചെയ്യാണ്ട് നമ്മൾ ഇത്രയും കാശ് മുടക്കി, അതൊന്നും കാർ കമ്പനികൾ സേഫ്റ്റി ആയിട്ട് കണക്കാക്കുന്നില്ല. കാറ് പോയി ഇടിക്കുകയാണെങ്കിൽ അകത്തുള്ള ആളുകൾ എപ്പോഴും സേഫ് ആയിരിക്കണം. അതാണ് കാറുകളുടെ സേഫ്റ്റി എന്ന് പറയുന്നത്. അപ്പോൾ തന്നെ നമ്മൾ ക്രാഷ് ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ അവർ കാറ് കൊണ്ട് ക്രാഷ് ടെസ്റ്റ് ചെയ്തിട്ട് അതിനകത്തുള്ള ഡമ്മിക്ക് എന്തൊക്കെ പോരായ്മകൾ പറ്റി, എന്തൊക്കെ പരിക്ക് പറ്റി, അത് നോക്കിയിട്ടാണ് അവർ കാറുകൾക്ക് സ്റ്റാർ റേറ്റിംഗ് കൊടുക്കുന്നത്. നിങ്ങൾ യൂട്യൂബിൽ പോയിട്ട് ഓൾഡ് വീസസ് ന്യൂ കാർ ക്രാഷ് ടെസ്റ്റ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 2009 മോഡൽ ഷെവി മാലിബുവും അതേപോലെ തന്നെ 1959 മോഡൽ ഷെവിയുടെ തന്നെ ബെല്ലിയർ ആയിട്ടുള്ള ഒരു ക്രാഷ് ടെസ്റ്റ് നിങ്ങൾക്ക് കാണാൻ കഴിയും. ബെല്ലിയർ നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള കാറാണ്, നല്ല കട്ടിയുള്ള ഷീറ്റ് മെറ്റൽസ് വെച്ചാണ് ആ ഒരു വണ്ടി ഉണ്ടാക്കിയിരിക്കുന്നത്. പുറമേ നമ്മൾ തട്ടി നോക്കുകയാണെങ്കിൽ നല്ല സ്ട്രോങ് ആണ് നമുക്ക് തോന്നും. എന്നാൽ മാലിബു നോക്കുകയാണെങ്കിൽ ഒരു മോഡേൺ കാറാണ്, ക്രംബിൾ സോണൊക്കെ ഉണ്ട്, പുതിയതായിട്ട് വന്ന എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും ആ ഒരു കാറിൽ കൊടുത്തിട്ടുണ്ട്. എന്നാൽ അത് തമ്മിൽ ക്രാഷ് ടെസ്റ്റ് ചെയ്യാൻ നേരത്ത് അതിനകത്തിരിക്കുന്ന ആളുകളുടെ അവസ്ഥ നിങ്ങൾ ആ ഒരു വീഡിയോ നിങ്ങൾക്ക് മനസ്സിലാകും. അതായത് നമ്മൾ പുറമേ നിന്നുള്ള ശക്തികൾ നോക്കുന്നത് കാർ ആ ഒരു ഇമ്പാക്റ്റ് എങ്ങനെ അബ്സോർബ് ചെയ്യുന്നു. കാർ ആ ഒരു ഇമ്പാക്റ്റ് അബ്സോർബ് ചെയ്താൽ മാത്രമേ അകത്തിരിക്കുന്ന ആൾ സർവൈവ് ചെയ്യത്തുള്ളൂ. അതിനെയാണ് നമ്മൾ സേഫ്റ്റി എന്ന് പറയുന്നത്. നമ്മളീ പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കാറ് ചുമ്മാ ഒരു ബൈക്കിൻ്റെ പോലെ തട്ടിയാലും കാറ് പൊളിഞ്ഞു പോകണം എന്നാലും സേഫ് ആകത്തുള്ളൂന്നല്ല. നമുക്കൊരു നല്ലൊരു ആക്സിഡൻറ്റ് ഉണ്ടാകുമ്പോൾ, അത്യാവശ്യം നല്ലൊരു സ്പീഡിൽ ഒരു ആക്സിഡൻറ്റ് ഉണ്ടാകുമ്പം കാർ ആ ഒരു ഇമ്പാക്റ്റ് അബ്സോർബ് ചെയ്താൽ മാത്രമേ അകത്തിരിക്കുന്ന ആൾ കുഴപ്പമൊന്നും ഇല്ലാണ്ട് പുറത്ത് വരത്തുള്ളൂ. ഇപ്പോൾ നിങ്ങൾ കാർ ഉണ്ടാക്കിയിരിക്കുന്ന ആ ഒരു സ്ട്രക്ചർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. മിക്ക കാറിൻ്റെ ഫ്രണ്ടിൽ കൊടുത്തേക്കുന്ന ആ ഒരു ക്രാഷ് ബാരിയർ ഉണ്ടാക്കുന്നത് അലൂമിനിയത്തെ കൊണ്ടാണ്. കാരണം അലൂമിനിയം നല്ലപോലെ ആ ഒരു ഇമ്പാക്റ്റ് അബ്സോർബ് ചെയ്യും. പിന്നെ കാറിൻ്റെ ആ ഒരു സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ, അതായത് ആ ഒരു ഫ്രെയിം, ആ ഒരു മോണോക്കോക്ക് ബോഡിക്ക് ചാസിയൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ പല ഭാഗത്തും പല സ്ട്രെങ്തിലുള്ള സ്റ്റീലും പല മെറ്റീരിയൽസാണ് അവർ യൂസ് ചെയ്തേക്കുന്നത്. അത് ഈ ഒരു ക്രാഷിൻ്റെ ആ ഒരു ഇമ്പാക്റ്റ് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയാണ്. നമ്മൾ കാറിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് നോക്കുകയാണെങ്കിൽ, ആ ഒരു എഞ്ചിൻ ഇരിക്കുന്ന ഭാഗം നോക്കുകയാണെങ്കിൽ അവിടെ അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റൽ അവർ കൊടുത്തേക്കുന്നത്. കാരണം ആ ഒരു ക്രാഷ് അവിടെ നല്ലപോലെ തന്നെ അബ്സോർബ് ചെയ്യണം. പിന്നെ നമ്മളിരിക്കുന്ന ആ ഒരു ക്യാബിൻ നോക്കുകയാണെങ്കിൽ അത് നല്ല ഹൈ സ്ട്രെങ്ത് സ്റ്റീൽ ഉണ്ടാക്കിയേക്കുന്നത്. കാരണം ആ ഒരു ക്യാബിൻ്റെ അകത്തേക്ക് ഇമ്പാക്റ്റ് വരാൻ വേണ്ടി അവിടെ നല്ല ഹൈ സ്ട്രെങ്ത് സ്റ്റീൽ കൊണ്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്. ഇനി കാറിൻ്റെ റൂഫും അതേപോലത്തെ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അവിടെയും കട്ടി കുറഞ്ഞ മെറ്റൽസ് യൂസ് ചെയ്തേക്കുന്നത്. കാരണം കാറും കൂടുതലും കാർ പോയി നേരെ പോയി ഇടിക്കുക ചെയ്യുന്നത്, അല്ലെങ്കിൽ പുറകിലോ സൈഡിലൊക്കെ ഇടിക്കുന്നത് കാറിൻ്റെ ആ ഒരു മേൽഭാഗത്ത് വലിയ ആ ഒരു ഇടിയോ ആക്കാതോ പൊതുവെ ഉണ്ടാകാറില്ല. എങ്കിൽ അതുകൊണ്ട് തന്നെ എല്ലാ കാറിൻ്റെ ആ ഒരു റൂഫിൻ്റെ ഭാഗം അത്രയ്ക്ക് സ്ട്രോങ് ആണെന്ന് പറയാൻ പറ്റത്തില്ല. പണ്ട് നമ്മൾ ജിംനിയുടെ ഒരു ക്രാഷ് ഉണ്ടായിരുന്നു. അതായത് ജിംനിയുടെ ആ ഒരു ഏപ്പിളിൻ്റെ അവിടെ വന്നൊരു പിക്കപ്പിൻ്റെ ആ ഒരു ലോഡ് കയറ്റുന്ന ഭാഗം കൊള്ളുന്നത്. ആ ഒരു ലോഡ് കയറ്റുന്ന ഭാഗം നോക്കുകയാണെങ്കിൽ നല്ലപോലെ കട്ടിയുള്ള മെറ്റൽസാണ്. എന്നാൽ ജിംനിയുടെ ഈ ഒരു ഭാഗം, ആ ഒരു പില്ലറിൻ്റെ ഭാഗമൊക്കെ സോഫ്റ്റ് മെറ്റലാണ്. അതുകൊണ്ട് തന്നെ ആ ഭാഗം താർന്നു പോകണം നമ്മൾ കണ്ടായിരുന്നു. അപ്പോൾ അതായത് പറഞ്ഞു വരുന്ന ഇത്രയേ ഉള്ളൂ.
ഉള്ളൂ. നമ്മുടെ കാറിന് 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് ഉണ്ടെന്ന് കരുതി നമ്മുടെ വണ്ടി എങ്ങനെ പോയി വീണാലും നമ്മൾ സർവൈവ് ചെയ്യത്തൊന്നുമില്ല. അത് നമ്മുടെ സ്പീഡ്, നമ്മൾ ഓടിക്കുന്ന സ്പീഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. അതേപോലെ തന്നെ ക്രാഷ് ടെസ്റ്റ് ചെയ്തേക്കുന്ന പോലെ നമ്മൾ നേരെ കൊണ്ട് വണ്ടി ഇടിക്കുകയോ അല്ലെങ്കിൽ സൈഡിൽ വന്ന് വണ്ടി ഇടിക്കുകയോ അങ്ങനെ തന്നെ നമ്മൾ ആക്സിഡൻറ്റ് ആവണമെന്നില്ല. നമ്മുടെ വണ്ടി എങ്ങനെ വെള്ളം പോയി ആക്സിഡൻറ്റ് ആവും. ചിലപ്പോൾ വേണമെങ്കിൽ വണ്ടി മറിഞ്ഞ് വീഴാം, വണ്ടി വേണമെങ്കിൽ റോൾ ഓവർ ചെയ്യാം. ഈ കഴിഞ്ഞിടയ്ക്ക് തന്നെ ഏറ്റവും സേഫസ്റ്റ് കാർ എന്ന് വിളിക്കുന്ന എക്സിന് അതിൻ്റെ പൊക്കത്തുനിന്ന് ഒരു കണ്ടെയ്നർ വീണത്. അതുകൊണ്ട് ആ വണ്ടിക്ക് പ്രത്യേകിച്ച് ചെയ്യാണ്ട് ഒന്നും ഇരുന്നില്ല. അത് 6 പേരും മരിച്ചു പോവുകയാണ് ചെയ്തത്. നമ്മുടെ നാട്ടിൽ SUV ഇപ്പോൾ നല്ലപോലെ പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനീ പറയാൻ പോകുന്നത് ആ ഒരു ഹാച്ച് ബാക്കിൻ്റെ പ്ലാറ്റ്ഫോമിൽ ഉണ്ടാക്കിയ കോമ്പാക്ട് SUVകളെ കുറിച്ചല്ല, ശരിക്കുള്ള റിയൽ ആയിട്ടുള്ള ഫോർച്യൂണറും എൻഡേവറും അതേപോലത്തെ SUVകളാണ്. ഇതും ഇപ്പോൾ എല്ലാവരും നോക്കുമ്പോൾ സേഫ് ആയിട്ടുള്ള വണ്ടിയാണ്. കാരണം നല്ല റോഡിൽ നിന്ന് ഉയർന്നിരിക്കുന്നത്, നല്ല വലിപ്പമുണ്ട്, അത്യാവശ്യം നല്ല സ്ട്രോങ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇടിക്കണേ പ്രത്യേകിച്ചൊന്നും പറ്റത്തില്ല നമുക്ക് തോന്നും. എങ്കിലും SUVകളിലെ ഏറ്റവും വലിയ ഡേഞ്ചർ എന്ന് പറയുന്നത് റോൾ ഓവർ ആകാനുള്ള ചാൻസ് കൂടുതലാണ്. SUVകൾ, അതായത് സാധാരണ ഒരു കാറിനേക്കാളും SUVകൾ നല്ലപോലെ തന്നെ റോൾ ഓവർ ആകും. റോൾ ഓവർ ആകണേ തന്നെ ഇത്രയും വെയിറ്റുള്ള SUVകളുടെ ആ ഒരു വെയിറ്റ് താങ്ങാനായിട്ട് പല SUVകളുടെയും റൂഫിന് കഴിയത്തില്ല. അങ്ങനെ റോൾ ഓവർ ആകുകയാണെങ്കിൽ വലിയ അപകടങ്ങൾ നമുക്ക് സംഭവിക്കാം. പിന്നെയുള്ളൊരു വിശ്വാസം വലിയ വണ്ടിയാണെങ്കിൽ നമുക്ക് അപകടങ്ങളൊന്നും അങ്ങനെ പറ്റത്തില്ലെന്നാണ്. അതായത് ചെറിയ വണ്ടികളൊക്കെ പൊതുവേ സേഫ് അല്ല, വലിയ വണ്ടിയാണെങ്കിൽ വലിപ്പം കൂടിയ സേഫ് ആകും എന്നുള്ള വിചാരം എല്ലാവർക്കും ഉണ്ട്. എന്നാൽ അങ്ങനെയല്ല. നിങ്ങളുടെ വണ്ടി ചെറുതാണെങ്കിലും അത് നല്ലപോലെ ബിൽഡ് ചെയ്തൊരു വണ്ടിയാണെങ്കിൽ നിങ്ങളെ അതിന് ഏതൊരു അപകടത്തിൽ നിന്നും രക്ഷിക്കാൻ കഴിയും. അങ്ങനെയുള്ള ടെസ്റ്റുകൾ നടത്തിയിട്ടുണ്ട്. നമ്മുടെ മെഴ്സിഡസിൻ്റെ സ്മാർട്ട് എന്ന് പറഞ്ഞ കാറുണ്ട്, ചെറിയ കാറാണ്. അതിൻ്റെ ക്രാഷ് ടെസ്റ്റ് നോക്കിയാൽ മനസ്സിലാകും ചെറിയ കാറാണെങ്കിലും അത് എന്തോരം സേഫ് ആണെന്ന്. പിന്നെ നോക്കുകയാണെങ്കിൽ ഏതെങ്കിലും വണ്ടിയുടെ പുറകിട്ടൊരു വണ്ടി വന്ന് ഇടിക്കും. അപ്പം ആ ഒരു ഇടി കിട്ടണ വണ്ടി വലിയ കുഴപ്പമൊന്നും പറ്റില്ല, കാരണം ബാക്കിൽ ഇടി കൊണ്ടത്. എന്നാൽ വന്ന് ഇടിച്ച് വണ്ടിയുടെ ഫ്രണ്ട് പൊളിയും. അത് സ്വാഭാവികമായിട്ടും അങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമായിട്ട് കണക്ട് ചെയ്ത് നോക്കിയാൽ മതി. കാറിൻ്റെ ഫ്രണ്ടിൽ ഉണ്ടാക്കിയേക്കുന്നത് ക്രാഷ് അബ്സോർബ് ചെയ്യുന്ന കുറേ മെറ്റലും ഉണ്ടാകും. അതുകൊണ്ട് ഏത് വണ്ടിയാണെങ്കിലും പുറകിൽ വന്ന് ഇടിക്കുന്ന വണ്ടിയുടെ ഫ്രണ്ട് മാത്രമല്ല പൊളിയത്തുള്ളൂ. ഇടി കിട്ടുന്ന വണ്ടിയുടെ ബാക്കിന് വലിയ കുഴപ്പമൊന്നും പറ്റാൻ പോകുന്നില്ല. അത് നോർമലി എല്ലാ വണ്ടിക്കും ഏതാണ്ട് അങ്ങനെ തന്നെയാണ്. ഇനി വേറൊരു കാര്യം നോക്കാനുള്ളത് കാറിൻ്റെ ആ ഒരു സേഫ്റ്റി റേറ്റിംഗ് കാര്യങ്ങളും കുറിച്ചാണ്. ഇപ്പോൾ കാർ മേടിക്കാൻ പോകണമെങ്കിൽ എല്ലാവരും കേൾക്കുന്ന കാര്യമാണ് ഇതിന് 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് ഉണ്ട്, 4 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് ഉണ്ട്, ഗ്ലോബൽ ഗ്യാപ്പ് ക്രാഷ് ചെയ്ത വണ്ടിയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. എന്നാൽ കുറച്ച് നാൾക്ക് മുമ്പ് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഗ്ലോബൽ ഗ്യാപ്പോ 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗോ ഒന്നും ആളുകൾക്ക് അറിയാൻ മേലായിരുന്നു. സാധാരണക്കാർ ഇപ്പോഴാണ് ഇത് കേട്ടു തുടങ്ങിയത്. ഇതെങ്ങനെ കേട്ടു തുടങ്ങി നോക്കുകയാണെങ്കിൽ ടാറ്റയാണ് ഈ ഒരു സേഫ്റ്റിയുടെ കാര്യം നമ്മൾ ഇന്ത്യയിലെ ആൾക്കാരുടെ മനസ്സിലേക്ക് എത്തിക്കുന്നത്. നെക്സോൺ വന്നു കഴിഞ്ഞ് ഇന്ത്യ സേഫസ്റ്റ് കാർ എന്ന് പറഞ്ഞാൽ അഡ്വർട്ടൈസ് ചെയ്ത് തന്നെ അങ്ങനെ ആ ഒരു ഗ്ലോബൽ ഗ്യാപ്പ് ക്രാഷ് ടെസ്റ്റ് ചെയ്തതിന് 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് കിട്ടിയെന്ന് പറഞ്ഞ് ടാറ്റ അങ്ങോട്ട് അഡ്വർട്ടൈസ് ചെയ്യാൻ തുടങ്ങി. പിന്നെ അത് വിളിച്ച് മഹേന്ദ്രയും ബാക്കിയുള്ള കമ്പനികളും. അപ്പോൾ ആളുകളൊക്കെ വിചാരിച്ചു കാണും ഇന്ത്യയിൽ വരുന്ന കാറുകളൊക്കെ ഇപ്പോൾ സേഫാണ്, ഇപ്പോൾ ഇന്ത്യ ഉണ്ടാക്കുന്ന കാറുകളെല്ലാം സേഫായി തുടങ്ങി. എന്നാൽ പണ്ട് സേഫ്റ്റിനെ കുറിച്ച് ആളുകളൊന്നും ചിന്തിച്ചിരുന്നില്ല. ഇന്ത്യയിലെ കാറുകളൊന്നും സേഫ് അല്ലെന്ന് തോന്നൽ നമുക്ക് ഉണ്ടായി കാണും. എന്നാൽ അങ്ങനെയല്ല. നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന ടാറ്റയുടെയും മഹേന്ദ്രയും കാറുകളൊക്കെ പണ്ട് മുതൽ തന്നെ സേഫ്റ്റി ആളുകൾ ചെക്ക് ചെയ്യുമായിരുന്നു. അതിന് പണ്ട് തന്നെ 4 സ്റ്റാറും 5 സ്റ്റാറൊക്കെ കിട്ടിയ വണ്ടികളുണ്ട്. അത് ഇന്ത്യയിലല്ല, അത് ഓസ്ട്രേലിയ നോക്കുകയാണെങ്കിൽ ഇപ്പം ഓസ്ട്രേലിയ എൻഗ്യാപ്പ് ഉണ്ട്. അവരുടെ സൈറ്റിൽ കയറി നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ പഴയ വിസ്റ്റയും സഫാരിയും അതേപോലെ തന്നെ XUV 500യും ഈ കാറുകളൊക്കെ അവിടെ വിൽക്കുന്നതുകൊണ്ട് അവിടെ ഇതൊക്കെ ക്രാഷ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ അതൊക്കെ അന്ന് ക്രാഷ് ടെസ്റ്റ് ചെയ്തിട്ട് അന്ന് തന്നെ അതിന് 4 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് കൊടുത്ത വണ്ടികളാണ് ഈ ഒരു SUV 500യും നമ്മുടെ ടാറ്റയുടെ ചെറിയ വിസ്റ്റ. അന്ന് ഇതാരും പറഞ്ഞു കേട്ടിട്ടില്ല. കാരണം ഇപ്പം ഇതൊരു മാർക്കറ്റിംഗ് തന്ത്രം മാത്രമാണ്. അതായത് പണ്ട് മുതൽ തന്നെ ഈ വണ്ടികളൊക്കെ സേഫ് ആയിരുന്നു, ഇപ്പോഴല്ല ഇവർ സേഫായിട്ട് വണ്ടി ഉണ്ടാക്കാൻ തുടങ്ങിയത്. എന്നാൽ ഇപ്പം സേഫ്റ്റി ഉണ്ടെന്ന് പറഞ്ഞ് വിൽക്കുകയാണെങ്കിൽ അവർക്ക് കുറച്ചുകൂടെ മുൻഗണന കിട്ടും. മാർക്കറ്റിൽ അതിപ്പോൾ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമായതുകൊണ്ട് തന്നെ ഇതൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയായിട്ട് ടാറ്റയും മഹേന്ദ്രയും പയ്യെ മാറ്റിയിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ട് തന്നെ എല്ലാ കാറുകളും പയ്യെ സേഫ്റ്റിയുടെ കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങി. എല്ലാവരും സേഫായ വണ്ടികൾ വാങ്ങാൻ തുടങ്ങി. അങ്ങനെ ഒരു ഉപകാരം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ബാക്കിയുള്ള ബ്രാൻഡുകളും പണ്ട് മുതൽ തന്നെ സേഫ് ആയിരുന്നു. ഇപ്പോൾ നമ്മൾ യൂറോപ്പിലും അമേരിക്കയിലെ കാറുകൾ വിൽക്കുന്ന ബ്രാൻഡുകൾ നോക്കുകയാണെങ്കിൽ അവരുടെ വണ്ടികളൊക്കെ പണ്ട് മുതൽ തന്നെ സേഫായിട്ട് അവർ ഉണ്ടാക്കുന്നത്. കാരണം അവരെ സംബന്ധിച്ച് സേഫ്റ്റി എന്ന് പറയുന്നത് ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി അല്ല, അത് കാറുകളിലെ മാൻഡറ്ററി ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ ഫോക്സ് വാഗൺ നോക്കിയാലും അവരുടെ പണ്ട് മുതലേ പോളോ ഇന്ത്യയിൽ വന്നപ്പം പോളോ സേഫ് ആയിട്ടുള്ളൊരു കാർ തന്നെയായിരുന്നു. കാരണം സേഫ്റ്റി എന്ന് പറയുന്നത് അവർക്കൊരു കച്ചവട തന്ത്രമല്ല, കാറുകൾക്ക് വളരെ അനിവാര്യമായിട്ട് വേണ്ട ഒരു കാര്യമാണ് സേഫ്റ്റി എന്ന് അവർക്ക് പണ്ട് മുതലേ അറിയാം. പണ്ട് മുതലേ അവരങ്ങനെ വണ്ടി ഉണ്ടാക്കുന്നത്. BMW നോക്കിയാലും മെഴ്സീഡസ് നോക്കിയാലും ഔഡി നോക്കിയാലും അങ്ങനെയാണ് കാര്യങ്ങൾ. ഇനി നമ്മുടെ ഇവിടെ ക്രാഷ് ടെസ്റ്റ് ചെയ്യുന്ന ഏജൻസി നോക്കിയാലും അതും കുറച്ച് കോമഡിയാണ്. നമ്മളെല്ലാവരും വിശ്വസിക്കുന്നത് ഗ്ലോബൽ എൻഗ്യാപ്പിൻ്റെ ക്രാഷ് ടെസ്റ്റാണ്. പക്ഷേ ഈ ഒരു ഗ്ലോബൽ എൻഗ്യാപ്പിനെ കൺട്രോൾ ചെയ്യുന്ന ആരാണെന്നോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ആർക്കും അറിയാൻ പറ്റില്ല. കാരണം ഇതൊരു ഗവൺമെൻറ്റിൻ്റെയും കീഴിൽ വരുന്നൊരു സംഘടനയല്ല, ഇതൊരു നോൺ പ്രോഫിറ്റബിൾ ഓർഗനൈസേഷനാണ്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വന്നിട്ട് ഞങ്ങൾ ഇന്ത്യയിലെയും ആഫ്രിക്കയിലെയും കാറുകളൊക്കെ ക്രാഷ് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നു, അവിടെയുള്ള കാറുകളുടെ സേഫ്റ്റി ഞങ്ങൾ നോക്കാൻ പോകുന്നതൊക്കെ പറഞ്ഞാണ് ഇവർ ക്രാഷ് ടെസ്റ്റ് തുടങ്ങിയേക്കുന്നത്. ഇവർക്ക് ഫണ്ടിങ് കൊടുക്കുന്ന പോലും ആരാണെന്ന് അറിയാൻ മേല. നമ്മൾ അവരുടെ പല ക്രാഷ് ടെസ്റ്റ് വീഡിയോ നോക്കിയാലും അതിൽ കുറച്ച് പോരായ്മകളൊക്കെ നമുക്ക് കാണാൻ കഴിയും.
ഇനി നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഭാരതൻ ഗ്യാപ്പ് നോക്കിയാലും അത് നമുക്ക് പെർഫെക്റ്റ് ആണെന്ന് പറയാൻ പറ്റത്തില്ല. അതായത് ഇപ്പം നമ്മുടെ സേഫ്റ്റിയുടെ കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പം ഗ്ലോബലി ഉള്ള നമ്മുടെ യൂറോൻ ഗ്യാപ്പോ അമേരിക്കയുടെ ആ ഒരു ക്രാഷ് ടെസ്റ്റിംഗ് രീതിയോ അതൊന്നും വെച്ച് നമുക്ക് ഭാരതൻ ഗ്യാപ്പിനെയും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ എങ്കിലും നമ്മുടെ ഗവൺമെൻറ് മേൽനോട്ടത്തിൽ വരുന്നത് എന്നുള്ള ഒരു വിശ്വാസം നമുക്കുണ്ട്. പക്ഷേ അവരും വളരെ കുറച്ച് വണ്ടികൾ മാത്രമേ ക്രാഷ് ടെസ്റ്റ് ചെയ്തിട്ടുള്ളൂ. അതും വില കുറഞ്ഞ വണ്ടികളൊന്നും അവരങ്ങനെ ക്രാഷ് ടെസ്റ്റ് ചെയ്യാറില്ല. ഇപ്പം നമ്മുടെ ബേസിക് ആയിട്ടുള്ള 800 അതേപോലെ കാറുകളൊന്നും അവർ ക്രാഷ് ടെസ്റ്റ് ചെയ്ത് കണ്ടിട്ടില്ല. അവരും വില കൂടിയ കാറുകളൊക്കെയാണ് ക്രാഷ് ടെസ്റ്റ് ചെയ്ത് വരുന്നത്. പയ്യെ അവർ ക്രാഷ് ടെസ്റ്റ് ചെയ്യുന്നുള്ളൂ. യൂറോൻ ഗ്യാപ്പും അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹൈവേ സേഫ്റ്റിയെ ക്രാഷ് ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമ്മുടേതുമായിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട്. ഇപ്പോൾ അവർ ചെയ്യുന്ന രീതികളിലും വണ്ടിയുടെ സ്പീഡിലും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നല്ല പോലെ വ്യത്യാസമുണ്ട്. പിന്നെ അവിടെ ആ ഒരു ക്രാഷ് ടെസ്റ്റ് മാത്രമല്ല, അതായത് വണ്ടി പിടിച്ചിട്ട് ആൾക്ക് എന്തെങ്കിലും പറ്റുന്നുണ്ടോ എന്ന് മാത്രമല്ല അവർ നോക്കുന്നത്. ഈ കാറ് ക്രാഷായി കഴിഞ്ഞ് അതിനകത്ത് ഡ്രൈവറെ എടുക്കാൻ എന്ത് എളുപ്പമാണെന്നുകൂടെ അവർ നോക്കും. അങ്ങനെ പെട്ടെന്നൊരു താഴ്ചയിൽ കൊണ്ടുപോയാൽ മാത്രമേ ഡ്രൈവർ രക്ഷപ്പെടുത്തുള്ളൂ. അതിനവിടെ മാർക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ പെഡസ്ട്രിയൻ സേഫ്റ്റിക്കും അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. പെഡസ്ട്രിയൻ വന്നിടിക്കുകയാണെങ്കിൽ അയാൾക്ക് എങ്ങനെ പരിക്കുകൾ പറ്റുന്നത് അതും അവിടെ അനലൈസ് ചെയ്യുന്നുണ്ട്. അതെല്ലാം പോരായിട്ട് അവർ അഡാസ് ഉണ്ടെങ്കിൽ മാത്രമേ ക്രാഷ് ടെസ്റ്റ് ചെയ്യിക്കത്തുള്ളൂ. അഡാസ് ഇല്ലെങ്കിൽ വണ്ടിക്ക് എന്തുണ്ടെങ്കിലും 0 മാർക്ക് അവർ കൊടുക്കത്തുള്ളൂ. കാരണം അഡാസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. പക്ഷെ നമ്മുടെ ഇന്ത്യൻ റോഡുകളിൽ അത് അത്രയ്ക്ക് എഫക്റ്റീവ് ആകത്തില്ല. കാരണം നമ്മുടെ റോഡുകളുടെ അവസ്ഥ നമുക്കറിയാം. ആദ്യം നമ്മളെ റോഡുകളെ ശരിയാകേണ്ട, റോഡുകളിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷെ നമ്മളിപ്പോൾ വണ്ടികൾ മാത്രമേ നോക്കുന്നുള്ളൂ. അതുകൊണ്ട് അത് പറയുന്നില്ലെന്നേ ഉള്ളൂ. അപ്പം നമ്മുടെ റോഡുകളിൽ ശരിയായാലേ അഡാസ് നല്ലപോലെ പ്രവർത്തിക്കത്തുള്ളൂ. എങ്കിലും അഡാസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സാധനമാണ്. കാരണം നമ്മുടെ കാറ് പോയി ഇടിക്കുന്നു എന്നുള്ളതിനേക്കാളും നല്ലത് ഇടിക്കാതിരിക്കുന്നതാണ്. ആ ഒരു ആക്സിഡൻറ്റിൽ നമ്മൾ ഒഴിവാണെങ്കിൽ നമുക്ക് കാശായിട്ട് ഒരുപാട് ലാഭിക്കാൻ പറ്റും. കാരണം കാറൊന്നും പറ്റിയില്ല. പിന്നെ നമ്മുടെ ജീവനും അതാണ് നല്ലത്. അപ്പം അഡാസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. ഇനി നമ്മൾ ഈ പറഞ്ഞ എന്തൊക്കെ കാര്യം നോക്കിയാലും നമ്മൾ നോക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അത് നോക്കിയില്ലേ നമ്മുടെ കാർ എന്തോരം സേഫ് ആണെങ്കിലും നമുക്ക് എന്തെങ്കിലും അപകടം സംഭവിക്കും. ഇപ്പോൾ സ്പീഡ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. നിങ്ങളുടെ കാറിന് 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗോ അല്ലെങ്കിൽ യൂറോപ്യൻ കാറാണെങ്കിലോ അങ്ങനെ ഇന്ത്യൻ കാറോ അങ്ങനെ എന്ത് കാറാണെങ്കിലും നമ്മുടെ സ്പീഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. ഇപ്പോൾ എല്ലാവരും ക്രാഷ് ടെസ്റ്റ് ചെയ്യുന്നത്, അതായത് യൂറോപ്പിലായാലും ഇന്ത്യയിലായാലും എവിടെയായാലും ക്രാഷ് ടെസ്റ്റ് ചെയ്യുന്നത് ഏകദേശം 65, 63 ആ ഒരു സ്പീഡിലാണ്. അപ്പം ആ ഒരു സ്പീഡിൽ പിടിച്ചിട്ടാണ് കാറിന് 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗും നമ്മൾ സേഫ് ആണെന്നൊക്കെ അവർ പറയുന്നത്. അതിനും മേലുള്ള സ്പീഡിൽ പോവുകയാണെങ്കിൽ അവർക്ക് പ്രത്യേകിച്ച് ഗ്യാരണ്ടി ഒന്നുമില്ല. നമ്മുടെ സ്പീഡ് കൂടുന്നതനുസരിച്ച് നമ്മുടെ അപകടം ഉണ്ടാകാനുള്ള ചാൻസും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിപ്പോൾ വോൾവോ ആയാലും എന്തായാലും നല്ലൊരു സ്പീഡിൽ പോയി ഇടിക്കുകയാണെങ്കിൽ ആൾ തട്ടിപ്പോവും. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പിന്നെ വണ്ടിയുടെ ടയറും കാര്യങ്ങളും നമ്മൾ സമയത്ത് മാറണം. ടയർ അത്യാവശ്യം തേഞ്ഞിരിക്കുകയാണെങ്കിൽ നമ്മൾ ആ ഒരു കാശിൻ്റെ പിശുക്കിത്തരമൊന്നും കാണിക്കില്ല. കാരണം കാറ് കൊണ്ട് നടക്കുന്നത് നമ്മുടെ ജീവനും കൂടെയാണ്. അപ്പം നമ്മുടെ ജീവനാണ് വില കൊടുക്കേണ്ടത്. അതുകൊണ്ട് ടയറൊക്കെ നമ്മൾ അത്യാവശ്യം നല്ല സമയത്ത് തന്നെ മാറി കൊടുക്കണം. നല്ല ടയറൊക്കെ നമ്മൾ യൂസ് ചെയ്യണം. പിന്നെ കാർ എപ്പോഴും നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് നടക്കണം. കാരണം നമ്മുടെ ആ ഒരു ജീവനും കൊണ്ടാണ് ആ ഒരു വണ്ടി പോകുന്നത്. നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ കാർ എപ്പോഴും നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്ത് ടയറും അതുപോലെ എല്ലാ കാര്യങ്ങളും മാറ്റി ബ്രേക്ക് പാഡോ അല്ലെങ്കിൽ ആ ബ്രേക്കിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് വേണം കൊണ്ടു നടക്കാനായിട്ട്. പിന്നെ നമ്മൾ ട്രാഫിക് നിയമങ്ങളൊക്കെ കർശനമായിട്ട് നമ്മളൊക്കെ അനുസരിച്ചിരിക്കണം. ഇപ്പോൾ ഇമ്മീഡിയം നമ്മളായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കേരളത്തിൽ നോക്കുകയാണെങ്കിൽ മോഡിഫിക്കേഷനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ല ഫൈനാണ് ഇട്ട് വരുന്നത്. എന്നും പറഞ്ഞ് ഇപ്പോൾ സീറ്റ് ബെൽറ്റ് ഇടാൻ പറയുന്നത് അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി അവർക്ക് കാശടിച്ചെടുക്കാൻ വേണ്ടിയല്ല. സീറ്റ് ബെൽറ്റ് ഇട്ട് വണ്ടി ഓടിക്കുകയാണെങ്കിൽ നമുക്ക് തന്നെ നല്ലത്. നമുക്ക് കുറേ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും സീറ്റ് ബെൽറ്റ് ഉള്ളത് കൊണ്ട് തന്നെ. അപ്പം അതേപോലത്തെ കാര്യങ്ങളൊന്നും നിങ്ങൾ ചെയ്യാതിരിക്കരുത്. സീറ്റ് ബെൽറ്റ് ഇട്ടേ വണ്ടി ഓടിക്കാവുള്ളൂ. എല്ലാ ട്രാഫിക് നിയമങ്ങളും പാലിക്കണം. അതൊക്കെ ഒരു പൗരൻ്റെ കടമയാണ്. പിന്നെ ആഫ്റ്റർ മാർക്കറ്റുള്ള സാധനങ്ങളൊക്കെ വണ്ടിയിൽ കയറ്റാൻ നിർത്തി. ഇപ്പം ലൈറ്റുകളോ പുതിയ മ്യൂസിക് സിസ്റ്റോ അതേപോലത്തെ കാര്യങ്ങളൊക്കെ കയറ്റാൻ നിർത്ത് നല്ലപോലെ അറിയാവുന്നവരെ കൊണ്ട് ചെയ്യിക്കണം. നമ്മളിപ്പോൾ വയറാ കട്ട് ചെയ്ത് ചുമ്മാ സെൽട്ട പൊട്ടി ചോദിക്കണം. ചിലപ്പം ഷോർട്ട് സർക്യൂട്ട് ഉണ്ടെങ്കിൽ വണ്ടിക്ക് തീ പിടിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ മൂഡ് ശരിയല്ലാത്തപ്പോഴും നമ്മൾ മദ്യവെച്ചിരിക്കുമ്പോഴും ഉറക്കം വരുമ്പോഴൊന്നും വണ്ടി ഓടിക്കല്. അത് നമ്മുടെ ജീവന് വളരെ ആപത്താണ്. പിന്നെ വേറൊരു കാര്യം നോക്കുകയാണെങ്കിൽ ഈ കണക്ക് പറയുന്നത് ഇന്ത്യൻ റോഡ്സിൽ 260 മില്യൺ ബൈക്കുകളും 50 മില്യണോളം മാത്രമേ കാറുകളുള്ളൂ. അപ്പം ബൈക്കിൽ പോകുന്നവരുടെ കാര്യം നമുക്കറിയാം. ഒരു പട്ടി വട്ടം ചാടിയോ പൂച്ച വട്ടം ചാടിയോ ഒരു ചെറിയ കല്ലേ കയറിയാൽ മതി, വണ്ടി പാളി വീഴുകയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ മരണം വരെ സംഭവിക്കാം. നമ്മൾ പോയി വേറെ വണ്ടിയിൽ പോയി ഇടിക്കണമെന്നില്ല. അപ്പോൾ നിങ്ങളൊരു കാറും കൊണ്ട് കിടക്കുകയാണെങ്കിൽ നിങ്ങളുടെ കാറിന് 5 സ്റ്റാർ സേഫ്റ്റിയോ 3 സ്റ്റാർ സേഫ്റ്റിയോ എന്ത് സേഫ്റ്റി ഇല്ലെങ്കിലും ഒരു ബൈക്കിൽ നടക്കുന്ന ആളുകളെക്കാളും നിങ്ങൾ ഒരുപാട് മടങ്ങ് സേഫാണ്. അപ്പോൾ നിങ്ങളുടെ കാറിന് ഒട്ടും സേഫ്റ്റി ഇല്ലെങ്കിലും നിങ്ങൾ ഇത്രയും ചിന്തിച്ചാൽ മതി. ഇന്ത്യയിൽ ഭൂരിഭാഗം ആളുകളും യൂസ് ചെയ്യുന്നത് ബൈക്കാണ്. അപ്പോൾ നമുക്കൊരു കാറുള്ളത് തന്നെ വലിയ കാര്യമാണ് നമ്മുടെ സേഫ്റ്റിക്ക്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ഇനി ഇതേപോലത്തെ വീഡിയോകൾ കാണാൻ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി ഉടനെ കാണാം.